ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെനു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ വിവോ V23 പ്രോയുടെ അൺബോക്സിങ് ഫസ്റ്റ് റിവ്യൂ വിത്ത് പ്രോസ് ആൻഡ് കോൺസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എനിക്ക് നമ്മുടെ 8GB 128GB വേരിയൻ്റാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. സോ ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് എന്നുള്ള കളറാണ്. ഇത് കൂടാതെ നമുക്കൊരു ഗോൾഡ് കളറോടെ ഉണ്ട്. സോ ഈ ഗോൾഡ് കളറിൽ മാത്രമാണ് നമ്മുടെ ആ കളർ ചേഞ്ചിങ് ഫോണിൻ്റെ ടെക്നോളജി വരിക. സോ അത് മാത്രം നോക്കി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബ്ലാക്ക് കളർ എടുക്കരുത്, സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് എടുക്കരുത്. സോ നമ്മുടെ വിവോ V23 പ്രോയുടെ അൺബോക്സിങ് കഴിഞ്ഞ് നമ്മുടെ പ്രോസ് ആൻഡ് കോൺസ് ചെയ്യും. ആക്ച്വലി കോൺസ് ഞാൻ പറയാം നമ്മുടെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ് പറയുക. അത് ഞാൻ നമ്മുടെ MI 11T പ്രോയും നമ്മുടെ OnePlus 9RT കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുക. ബിക്കോസ് അത് ഈ ഒരു സെയിം സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഫോൺസാണ്. 42,999 ആണ് നമ്മുടെ 9RT വരിക. പിന്നെ നമ്മുടെ MI 11T പ്രോ ആണെങ്കിൽ നമ്മുടെ 39,999 വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 38,990 ആണ് വരും. സോ ഓൾമോസ്റ്റ് ആ സെഗ്മെൻറ്റിലുള്ളത് വെച്ച് ഇത് ഞാൻ V23 പ്രോ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാൻ കോൺസ് പറയുക. പ്രോസ് ഞാൻ അല്ലാണ്ട് തന്നെ എടുത്ത് പറയാം. സോ ഫസ്റ്റ് നമുക്ക് അൺബോക്സിങ് ഇടുക. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഫോൺ സൈഡിട്ട് നോക്കാം, ബാക്കി ബോക്സിൽ എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, സോ നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല കേസാണ് കേട്ടോ, നല്ല ട്രാൻസ്പെറൻറ്റ് കേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുടെ സ്റ്റിക്കേഴ്സ്, വാറണ്ടി ഇൻഫർമേഷൻ കാര്യങ്ങൾ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അവിടെ സാർവാലു ചെയ്തിട്ടുണ്ട്. ഹെഡ് 1.22, ബോഡി കുറവാണ്, 0.63, ഹെഡ് 1.22 ആണുള്ളത്. ഓക്കെ, ആൻഡ് ബോക്സിൽ നമുക്ക് 44 വാട്ടിന് ചാർജർ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഗൈസ് വിത്ത് ഇയർഫോൺസ്, വാവ്, വിത്ത് ഇയർഫോൺസ് ആണ് വരിക. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ ഡാറ്റ കേബിൾ കിട്ടുന്നുണ്ട്. സിം ഇജക്ടർ ടൂള് വിത്ത് നമ്മുടെ ഡോങ്കിളാണ് കിട്ടുന്നത്. നമ്മുടെ നോർമൽ ഇയർഫോൺസ് കുത്താൻ പറ്റിയ 3.5mm ജാക്കറ്റ് ടു സി ടൈപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഡയറക്റ്റ് ഫോണിട്ട് വരാം. സോ ഗൈസ്, നമ്മുടെ വിവോ V23 പ്രോ. സോ ജസ്റ്റ് ഫോൺ ബാക്കിൽ എടുക്കാം. ഓക്കെ, ഇൻ ഹാൻഡ് ഫീൽ ഗൈസ്, ഒട്ടുമില്ല കേട്ടോ ഈ ഫോൺ. ഭയങ്കര സ്ലിം, ഏകദേശം ചെറിയ നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ ഒരു 10 രൂപയുടെ നോട്ട്ബുക്ക് കൈ പിടിക്കണ അത്രയ്ക്ക് സ്ലിമ്മാണ് സെറ്റ്. ആൻഡ് ബാക്കിൽ നമ്മുടെ ഒരു ഫ്ലൂറൈറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ വന്നൊരു ടെക്നോളജിയാണ് ഇപ്പോൾ. സോ ഭയങ്കര ഒരു സോർട്ട് ഓഫ് ഒരു ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഒരു സിൽക്കി പോലത്തെ ഒരു ഫിനിഷാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു ഡിസൈൻ നമ്മുടെ ഒപ്പോ Reno 6 പ്രോയിൽ വന്നൊരു സെയിം ഡിസൈനാണ് വരിക. നല്ല രസമുണ്ട് കേട്ടോ കൈ പിടിക്കാൻ തന്നെ. ഓക്കെ, സോ നമുക്ക് ഇതിന് കളർ ചേഞ്ചിങ് ഇല്ല, ബട്ട് സ്ലൈറ്റായിട്ടൊരു ഡാർക്ക് ബ്ലൂ വേഴ്സസ് ബ്ലാക്കിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് ലൈറ്റായിട്ട്, ബട്ട് കളർ ചേഞ്ചിങ് കാര്യങ്ങളൊന്നും അല്ല, ബട്ട് ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഫോൺ. സോ നമുക്ക് ബൂട്ടപ്പ് ചെയ്തിട്ട് ഇനിഷ്യൽ സെറ്റപ്പ് എടുത്തിരിച്ചു വരാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിവോ V23 പ്രോയുടെ കോൺസ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ തുടങ്ങാം. ഞാനിത് കമ്പയർ ചെയ്യുക നമ്മുടെ ഓൾറെഡി പറഞ്ഞ പോലെ 9RTയും MI 11T പ്രോ വെച്ചായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് ഓൾഡ് ടൈപ്പ് നോച്ച് ഡിസൈനാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടാൽ അറിയാം. സോ ആ ഒരു ടൈപ്പ് മാറിപ്പോൾ എല്ലാം നമുക്കിപ്പോൾ 9RT ആണെങ്കിൽ സൈഡ് പഞ്ച് ഹോൾ, ചെറിയൊരു പഞ്ച് ഹോൾ ക്യാമറ, അതുപോലെ തന്നെ Mi 11T പ്രോ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറ. സോ ഇതൊരു സോർട്ട് ഓഫ് ഔട്ട്ഡേറ്റ് ആണ്, ബട്ട് വളരെ അടിപൊളി ഒരു സെൻസർ 50MBയുടെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കണം. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കോമ്പൻസേറ്റ് ചെയ്യാവുന്ന ഒരു 50MB ഒരു മെയിൻ ക്യാമറ പ്ലസ് ഒരു 8MBയുടെ ക്യാമറ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ഡിസൈൻ വൈസ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ലുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഒരു സിംഗിൾ പഞ്ച് ഹോൾ, ഒറ്റ 50MBയുടെ ഒറ്റ ക്യാമറ അതൊരു സെൻറ്റർ പഞ്ച് ഹോളായിട്ട് ചെയ്തായിരുന്നു കുറച്ചും കൂടി അടിപൊളി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഡിസൈൻ വൈസ് ഇപ്പോൾ എല്ലാം സെൻറ്റർ പഞ്ച് ഹോൾ അല്ലെങ്കിൽ സൈഡ് പഞ്ച് ഹോളാണ് വരിക. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ നെക്സ്റ്റ് കാര്യം ഞാൻ ഓഡിയോ പ്ലേ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. സോ നമുക്കിപ്പോൾ നമ്മുടെ Mi 11T പ്രോ അതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരിക. ഓക്കെ, ബട്ട് ഇത് നമുക്ക് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഈ ഒരു ഒറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. ഫുൾ വോളിയാണ്. ഞാൻ ക്ലോസ് ചെയ്യാണ്. കണ്ടോ, തീർന്നു, ഫുൾ ഓഡിയോയും തീർന്നു. ഒരു ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫസ്റ്റത്തെ കാര്യം സ്റ്റീരിയോ എഫക്റ്റേ മിസ്സിംഗ് ആണ്. ബിക്കോസ് ഈ സിംഗിൾ സ്പീക്കർ എന്ന് പറഞ്ഞാണ് സ്റ്റീരിയോ എഫക്റ്റ് എന്ന് വെച്ചാൽ സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിംഗ് ആണ്, സറൗണ്ടിങ് എഫക്റ്റും സ്റ്റീരിയോ എഫക്റ്റും മിസ്സിംഗ് ആണ്. ഇപ്പം നമുക്ക് 9RTയുടെ കേസ് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ബോട്ടം ഫയർ സ്പീക്കറാണ് ഏറ്റവും കൂടുതൽ ഡൊമിനൻ്റ് ആയിട്ട്, ഒരു 80% ഓഡിയോ ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഒരു 20% നമുക്ക് 9RTക്ക് വരുന്നുള്ളൂ. ബട്ട് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ സ്റ്റീരിയോ എഫക്റ്റേ മിസ്സിംഗ് ആയിപ്പോയി. അത്യാവശ്യം ലൗഡ്നെസ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ലൗഡൊന്നും അല്ല, അത്യാവശ്യം ലൗഡ്നെസ് ഉണ്ട്. ഒരു ഓക്കെ ജസ്റ്റ് ഓക്കെ അവർ സിംഗിൾ സ്പീക്കർ വെച്ചിട്ട് എന്തോ ഒരു മാക്സിമം ചെയ്യാമോ അതിൻ്റെ മാക്സിമം ലെവൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, ബട്ട് ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കുറച്ചും കൂടി അടിപൊളിയാണ്. ഇതിപ്പോൾ നമുക്ക് മെയിൻ കാര്യം നമ്മുടെ സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിംഗ് ആണ്. പിന്നെ സൂപ്പർ ലൗഡാണെന്ന് വെച്ചാൽ അല്ല, ബട്ട് സ്റ്റിൽ ഈ സിംഗിൾ സ്പീക്കർ വെച്ച് എന്തോ ഒരു സൗണ്ട് മാക്സിമം കിട്ടുന്നുണ്ടോ അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ഒരു നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നത് ഇപ്പം നോച്ച് ഡിസ്പ്ലേ പോലെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാം വരുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു സെഗ്മെൻറ്റ് നോക്കണ്ട, ഇതിനേക്കാൾ താഴ്ന്ന സെഗ്മെൻറ്റ് ദാറ്റ് മീൻസ് ഒരു 25K 30K തന്നെ നമുക്ക് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് ഇത് നമ്മുടെ ലോക്ക് ആയിരിക്കും, നമ്മുടെ 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ലോക്ക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ OnePlus Note ഒക്കെ 90 ആണ്, ബട്ട് ബാക്കി എല്ലാവരും വരുന്നത് ഒരു 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്, 90 ആണ്. ബട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഡിഫറൻസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ അറിയത്തക്ക ഡിഫറൻസ് ഒന്നും കണ്ടോ, നല്ല സ്മൂത്ത് തന്നെയാണ്. കാണിച്ചു തരാം, കണ്ടോ നല്ല സ്മൂത്ത് തന്നെയാണ്. ബട്ട് നിങ്ങളിപ്പോൾ 120 ഹെർട്സ് യൂസ് ചെയ്തിരുന്ന ആളാണെങ്കിൽ ചെറിയ എന്തോ ഒരു മിസ്സിങ് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ചിലർക്ക് വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് കാര്യം, ഞാനിതിപ്പോൾ ഇൻസ്റ്റാൾ ജസ്റ്റ് സെറ്റപ്പ് കഴിഞ്ഞുള്ളൂ. നിങ്ങൾ നോക്കിയറിയാം ബ്ലോട്ട്വെയർസ്, മോജ് ആപ്ലിക്കേഷൻ, ക്രെഡ്, ജോഷ്, നെറ്റ്ഫ്ലിക്സിൻ്റെ പോട്ടേന്ന് വയ്ക്കാം. പിന്നെ അവരുടെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ബ്ലോട്ട്വെയർസ് ആണ്. ബട്ട് സ്റ്റിൽ ഓവറോൾ എനിക്ക് ആ UI കുഴപ്പമില്ല, നല്ല UI എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദാറ്റ് മീൻസ് ഞാൻ ഒരു തേർഡ് കൊടുക്കുകയായിരിക്കും. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പേഴ്സണൽ ഫേവറേറ്റ് എൻ്റെ 1UI ആണ്. നെക്സ്റ്റ് ഓക്സിജൻ വോയിസ് ആണ്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് പോയി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു UI ഇത് തന്നെയാണ്, നമ്മുടെ Vivo V23. അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ബ്ലോട്ട്വെയർസ് ആണ്. നമുക്ക് 9RT ദാറ്റ് മീൻസ് ഓക്സിജനാസ് നോക്കുകയാണെങ്കിൽ ബ്ലോട്ട്വെയർസ് ഇല്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ 9RT. സോ ഇത് കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ബട്ട് നമുക്കത് അൺഇൻസ്റ്റാൾ ആപ്പ് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അൺഇൻസ്റ്റാൾ ക്രെഡ് അൺഇൻസ്റ്റാൾ ഓക്കെ ആണോ, ആവശ്യമായി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് കുഴപ്പമുള്ള കാര്യമില്ല, ബട്ട് ഡീഫോൾട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ. സോ നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത് സ്കോട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷനാണ്. സോ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല, എല്ലാവരും കോണിംഗ് ഗോറില്ലാസ് ആണ് കേട്ടിരിക്കുക. സോ സ്കോട്ട് സെൻസേഷനും കുഴപ്പമില്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. ബട്ട് നമുക്കിപ്പോൾ OnePlus 9RT നോക്കുവാണെങ്കിൽ കോണിംഗ് ഗോറില്ലാസ് 5 ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ നമ്മുടെ 11T Pro നോക്കുവാണെങ്കിൽ ലേറ്റസ്റ്റ് കോണിംഗ് ഗോറില്ലാസ് വിക്ടസ് ആണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ സ്കോട്ട് സെൻസേഷൻ അത്ര പോരാ. ദാറ്റ് മീൻസ് ബാഡാണെന്നും അല്ല, നല്ല പ്രൊട്ടക്ഷൻ തന്നെയാണ്. ബട്ട് കോണിംഗ് ഗോറില്ലാസിൻ്റെ ആ ഒരു ലെവലിട്ട് ഉള്ള സെറ്റപ്പ് അല്ല നമ്മുടെ സ്കോട്ട് സെൻസേഷൻ. ബട്ട് സ്റ്റിൽ ഒരു അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫീച്ചർ ദാറ്റ് മീൻസ് എന്താ പറയുക, ഇതിൻ്റെ ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 108 MB ഒരു മെയിൻ ക്യാമറ. സോ ഞാൻ ജസ്റ്റ് എൻ്റെ മോഡ് കാണിച്ചു തരാം. സോ നമുക്കൊരു 108 MB മോഡ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹൈ റെസൊല്യൂഷൻ മോഡ്. നമുക്ക് 108 MB എടുക്കാൻ പറ്റും. ബട്ട് ഇതിനൊരു പ്രോപ്പർ OIS കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തൊരു 108 MB ക്യാമറയാണ്. പക്ഷേ അവരൊരു മോഡ് വെച്ചിട്ട് അതും ബാലൻസ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. വീഡിയോയ്ക്ക് അവർ 2 മോഡ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും അൾട്രാ സ്റ്റെബിലൈസേഷൻ. സോ ഇത് വെച്ച് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. EIS വെച്ച് മാക്സിമം മാനേജ് ചെയ്തിട്ട്. ബട്ട് ഒരു പ്രോപ്പർ ഇപ്പോൾ 9RT നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു OIS കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നല്ലൊരു ക്യാമറ തന്നെയാണ് നമ്മുടെ OnePlus 9RTയുടെ OIS ഉള്ളത്. കാരണം സ്റ്റെബിലൈസേഷൻ നല്ലത് തന്നെയാണ്. ബട്ട് ഇതിന് പ്രോപ്പറായിട്ടൊരു OIS ഇല്ലയെന്ന് തന്നെ വേണം പറയാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് വെച്ചാൽ LPDDR4Xും UFS 3.1 ആണ്. നമുക്കിപ്പോൾ OnePlus 9RT അതുപോലെ തന്നെ നമ്മുടെ Mi 11T Pro ഒക്കെ നോക്കുവാണെങ്കിൽ UFS 3.1ഉം LPDDR5 ആണ്. സോ LPDDR4X ആണ്. ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ സ്റ്റോറേജ് ട്രാൻസ്ഫറിൽ ഒന്നും തോന്നില്ല. ബട്ട് ആസ് പെർ സ്പെക്ട് ചെറിയൊരു ഡൗൺ ഗ്രേഡ്. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇതിൻ്റെ ചാർജിങ് വന്നേക്കണം 44 വാട്ടാണ്. പണ്ടൊക്കെ 44 വാട്ടിന് ഭയങ്കര ഹെവിയാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ OnePlus 9RT നോക്കുവാണെങ്കിൽ 65 വാട്ട്. ആൻഡ് Mi 11T Pro നോക്കുവാണെങ്കിൽ 120 വാട്ട് ചാർജറും. ഇത് 4300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരിക. 9RT നോക്കുവാണെങ്കിൽ 4500. ആൻഡ് Mi 11T Pro നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി. സോ ഇതിൻ്റെ ബാറ്ററി 4300 44 വാട്ടുമാണ്. സോ ഇഫ് ഒരു 4500 അറ്റ്ലീസ്റ്റ് ഒരു 4500ഉം ഒരു 60 വാട്ടോ കുഴപ്പമില്ല, മീൻസ് ഡീസൻ്റ് ആണ്. ബട്ട് ഇപ്പോഴത്തെ ഒരു കമ്പാരിസൺ വെച്ചാൽ 9RTയും Mi 11T Pro നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡൗൺ ഗ്രേഡ്സ്. അത് എല്ലാവർക്കും മാറ്ററല്ല. ബട്ട് സ്റ്റിൽ ഞാനെല്ലാം ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ടൊന്നും പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർ ദ ഫൈനൽ തിങ്സ് വരുവാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ. ഓക്കെ,
പ്രോസസ്സർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയമൻസിറ്റി 1200 ആണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. സോ ആക്ച്വലി ഞാൻ ജസ്റ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ഉണ്ടോ, ഇതിപ്പോൾ ഞാൻ മാക്സിമം ഗെയിം മോഡിൽ തന്നെയായിട്ട് ഓൺ ആക്കിയത്. മീൻസ് അതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ് ഗെയിം മോഡിൽ ഓൺ ആക്കുന്നത്. വെച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിനകത്ത് ബാലൻസ്ഡ് ഉണ്ട്, ബാറ്ററി സേവിങ് മോഡുണ്ട്, പെർഫോമൻസ് മോഡിൽ ഇട്ടേക്കണേ. ആൻഡ് നിങ്ങൾക്കറിയാം 90 Hz ആണ് ഇപ്പോൾ സ്ക്രീൻ റിഫ്രഷ് റേറ്റും കിട്ടിയേക്കുന്നത്. നമുക്കിപ്പോൾ ടച്ച് സാമ്പിളിംഗ് റേറ്റിനകത്ത് എത്രയാണ് വരുന്നത് അത് മൈനസ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് നമ്മുടെ ആക്ച്വൽ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 90 ആണ്. സോ എത്രയാണ് സ്കോർ കിട്ടുന്നത് അതേ മൈനസ് 90 ആയിരിക്കും ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. സോ നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 209, ദറ്റ് മീൻസ് 210 ആണ് ടച്ച് സാമ്പിളിംഗ് ഇതിനകത്ത് കിട്ടുന്നത്. ദറ്റ് മീൻസ് 210 മൈനസ് 90, ദറ്റ് മീൻസ് ജസ്റ്റ് 120 ആണ് നമുക്ക് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇത് എത്രത്തോളം കറക്റ്റാണ് ദറ്റ് മീൻസ് അറിയില്ല. ബട്ട് ഞാൻ യൂഷ്വലി ചെക്ക് ചെയ്യാറുള്ള ഇതിനകത്ത് കറക്റ്റായിട്ട് വരാറുണ്ട്. ബട്ട് ഇതിൻ്റെ കേസിൽ എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ നിങ്ങൾ നോക്കിയാലും പെർഫോമൻസ് മോഡ് ഓണുമാണ്. സോ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, സോ ഗെയിമേഴ്സ് ഒന്ന് കണ്ടിട്ട് മാത്രം എടുക്കുക. അതേപോലെ തന്നെ ഡയമൻസിറ്റി 1200 നല്ല കേപ്പബിൾ ചിപ്പാണ്. ബട്ട് CPU ത്രോട്ട്ലിംഗ് ഉള്ളൊരു ചിപ്പാണ്. ഓക്കെ, ദറ്റ് മീൻസ് നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു നല്ല പെർഫോമൻസ് കിട്ടില്ല. ഇടയ്ക്ക് നല്ല പെർഫോമൻസ്, പിന്നെ ഇടയ്ക്ക് ഒന്ന് ഡൗൺ, അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ ഡയമൻസിറ്റി 1200 എന്നത്. ബട്ട് നല്ല ചിപ്പ് തന്നെയാണ്. ബട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ 9RTയും നമ്മുടെ Mi 11T Pro നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 കിട്ടുന്ന സെഗ്മെൻറ്റാണ് ഈ വരുന്നത്. ദറ്റ് മീൻസ് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 അല്ലെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ 870 കിട്ടും. ബട്ട് 870യും ഡയമൻസിറ്റി 1200 ഓൾമോസ്റ്റ് നെക്കിനെക്കാണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് 870 തന്നെയാണ്. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ ഹൈ എൻഡ് റെൻഡറിങ് ടാസ്ക് ഒക്കെ ആണെങ്കിൽ 870യും, അല്ല നിങ്ങൾ ഒക്കേഷണൽ പീക്ക് പെർഫോമൻസ് ആണെങ്കിൽ നമ്മുടെ ഡയമൻസിറ്റി 1200 ആണ്. കാരണം കുറച്ചും കൂടെ ക്ലോക്കും കാര്യങ്ങളും കൂടുതലുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ V23 Proയുടെ കോൺസ് പറയും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ പ്രോസിറ്റ് എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോസ് തന്നെയാണ്. ദറ്റ് മീൻസ് ഇതിൻ്റെ ഡിസൈൻ, ഗൈസ് ഇത് ഇൻ ഹാൻഡ് ഫീൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, കിട്ടില്ല. ദറ്റ് മീൻസ് ഇതിൻ്റെ ഭയങ്കര സ്ലിമ്മാണ്. ദറ്റ് മീൻസ് 7.4 mm. ഓക്കെ, കണ്ടോ, ഭയങ്കര, എസ്പെഷ്യലി ലേഡീസിനൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് സ്ലിമ്മാണ്. കൈ പിടിക്കാൻ പോലും ഭയങ്കര സ്ലിമ്മായിട്ട് നമുക്കൊരു ചെറിയൊരു നോട്ട്ബുക്ക്, ഭയങ്കര ലൈറ്റായിട്ടുള്ള നോട്ട്ബുക്ക് പിടിക്കുമ്പോൾ അത്രയ്ക്ക് സ്ലിമ്മാണ്. പിന്നെ അതുതന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നല്ല ഈവൻ്റ് ഉണ്ടാവും. ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 171 ഗ്രാംസേ ഉള്ളൂ, ഭയങ്കര. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് നല്ല രസമാണ്. നമ്മുടെ ഫ്ലൂറൈറ്റ് എഡ്ജ് ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ബാക്ക് ഗ്ലാസ് നല്ല രസമുള്ളൊരു ബാക്ക് ഗ്ലാസ്സാണ് വരിക. പിന്നെ ഇതിൻ്റെ ഗോൾഡ് കളർ ആണെങ്കിൽ നമ്മുടെ സൈഡ് ബീഡിങ് ഒക്കെ ആ ഒരു ഗോൾഡൻ ഫിനിഷ് ചെയ്യുമ്പോൾ പക്ക ഒരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ബാക്ക് ഗ്ലാസ്. സോ ഡിസൈൻ വൈസ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയും. ഇനി നെക്സ്റ്റ് ഞാൻ ആദ്യം കോണിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞൊരു കാര്യം ഞാനിത് പ്രോസാക്കി പറയാം. എക്സാക്ട്ലി അത് അതിൻ്റെ ഫീച്ചർ വൈസ് നോക്കുമ്പോൾ ഒരു പ്രോയും അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കോണായിട്ടുള്ള കാര്യമാണ്. ദറ്റ് മീൻസ് ഇതിൻ്റെ ക്യാമറ. സോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആണ്. ദറ്റ് മീൻസ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരിക. സോ ഞാനിത് ഇങ്ങനെ ആക്കാം. എന്നിട്ട് നമ്മൾ ലൈറ്റ് എടുത്തു. ഓക്കെ, ആൻഡ് നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ഇതിനകത്ത് ഞാൻ മാറ്റിയിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, 2 ലൈറ്റ് നമുക്ക് ഇവിടുന്ന് വന്നിട്ടുണ്ടേ, കണ്ടോ, 2 ലൈറ്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ എക്സ്ട്രീം ഡാർക്കിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. കിട്ടില്ല സംഭവമാണ്. ഞാൻ എക്സ്ട്രീം നൈറ്റിൽ നിന്നിട്ട് പോലും നല്ല ഓഫാക്കി, കുഴപ്പമില്ല, ഓണാക്കി സ്പോട്ട് ലൈറ്റ്, കണ്ടോ. സോ എക്സ്ട്രീം നൈറ്റിൽ പോലും നിങ്ങൾക്ക് ഈ കുറ്റിയിട്ടിട്ട് സമയത്ത് ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് നല്ല വെട്ടം വന്നിട്ട് നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇമേജസ് നൽകുന്നത്. അതുപോലെ തന്നെ നല്ല 50 MB ക്യാമറയാണ്, നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഫ്രണ്ട് ക്യാമറ സ്നാപ്സാണ് എനിക്ക് കിട്ടിയത്. സോ ഫ്രണ്ട് ക്യാമറ വൈസ് അടിപൊളിയാണ്. ബട്ട് എനിക്ക് ആ നോജി ഒറ്റ 50 MB ഫ്രണ്ട് ക്യാമറ, ബാക്കി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ബെസലിലാണ്. ആ 2 ഫ്ലാഷ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബെസലിലാണ്. സോ ആ ഒറ്റ ഒരു 50 MB ഫ്രണ്ട് ക്യാമറ 8 MB സ്കിപ്പ് ചെയ്യാമായിരുന്നാണ് മൈ പേഴ്സണൽ പ്രിഫറൻസ് ആട്ടോ. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് റെക്കഗ്നിഷൻ ജസ്റ്റ് നോക്കാം. സോ ഇത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അയക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണെന്നോട് നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഇനി ഫേസ് നോക്കാം. സോ ഇപ്പോൾ അത് അൺലോക്ക്ഡ്. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഉണ്ടോ, നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ ഒക്കെ പക്കയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഒരു വീഡിയോ പ്ലേ ബാക്ക് നോക്കാം. ഓഡിയോ കുറച്ചൊക്കെ. സോ ഗൈസ് നമ്മുടെ Vivo V23 Pro ഡിസ്പ്ലേ.
സോ ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് വരുന്നത്. 398 ppi ആണ് വരുന്നത്. 6.56 ഇഞ്ചാണ്. ആൻഡ് നിങ്ങൾക്കറിയാം നോച്ചിൻ്റെ കാരണം ആ ഒരു സ്ഥലത്തൊരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവും കണ്ടോ. കറക്റ്റായിട്ട് ആ ഒരു ബട്ട് എല്ലാവർക്കും മാറ്റേഴ്സ് ആയിരിക്കും. ബട്ട് ചിലർക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ പോലെ ഫീൽ ചെയ്യും. ബിക്കോസ് ഇപ്പോൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസ് മാത്രം ഉള്ളത് കാരണം ആണോ. ആൻഡ് നെക്സ്റ്റ് ഒരു മെയിൻ കാര്യം, ഇതൊരു 3D കർവ് ഡിസ്പ്ലേ ആണ്. കാരണം നിങ്ങൾക്കറിയാം ഒരു സാംസങ് ഗാലക്സിയുടെ ഒരു എഡ്ജ് സീരീസ് പോലൊരു ഫീലിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം കർവ്ഡാണ് രണ്ട് സൈഡ്സും വരെയാണ് കണ്ടോ. രണ്ട് സൈഡ്സും കർവ്ഡാണ്. ഓക്കെ, സോ ഒരു ടോട്ടലി ഒരു പ്രീമിയം സെറ്റിൻ്റെ ഒരു സെറ്റപ്പാണ് ടോട്ടലി നമ്മുടെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേ ആയാലും കാര്യങ്ങളായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ കർവ്ഡ് 3D കർവ്ഡ് ഗ്ലാസ് ഒക്കെയാണ് വരുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആ ഒരു പ്രീമിയംനെസ്, ഡിസ്പ്ലേ ആൻഡ് ബിൽഡ് ഒരു രക്ഷ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു എടുത്തു പറഞ്ഞൊരു മെയിൻ കാര്യമായിട്ട് തോന്നിയതിൻ്റെ ബോക്സ് കണ്ടൻസ് ആണ്. ബിക്കോസ് A to Z കാര്യങ്ങൾ, നമ്മുടെ ചാർജർ വരുന്നുണ്ട്, നമ്മുടെ മറ്റേ ഇജക്ടർ പിന്ന്, ഡേറ്റ കേബിൾസ് വിത്ത് ഇയർഫോൺസ്. ഇത് പിന്നെയും കുറേ പേര് കൊടുക്കും. വിത്ത് ഇയർഫോൺസ് ഫസ്റ്റ് ടൈമാണ്. സോ അത്ര നല്ല പിന്നെ വിത്ത് ഹെഡ്ഫോൺ, മറ്റേ നമ്മുടെ 3.5mm ജാക്ക് സൈഡാണ്, എല്ലാം കൂടെ ആണ്. സോ അതൊരു ഭയങ്കര നൈസ് തിങ് ആണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇനി നമ്മളിപ്പോൾ OnePlus 9RT വേണോ, Mi 11T Pro വേണോ, അതോ V23 Pro വേണോ എന്നുള്ളവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാ കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ അറ്റ് എ ഗ്ലാൻസ് ഞാൻ OnePlus 9RT ആണ് റെക്കമെൻഡ് ചെയ്യുക അറ്റ് എ ഗ്ലാൻസ്. ബട്ട് അത് ഞാൻ ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ആയിട്ട്, ദറ്റ് മീൻസ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് OnePlus 9RT ഞാൻ മെയിനായിട്ടും ഗെയിമിംഗ് സെഗ്മെൻ്റ് ആണ്. കാരണം OnePlus 9RT 888 ആണ് വരുന്നത്, ചിപ്പ് 888 ആണ്. അതുപോലെ തന്നെ കുറേ അടിപൊളി ഗെയിമിംഗ് മോഡ്സും കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഉണ്ട്, ബട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് മോഡ് ഉണ്ട്, ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂട്ടാൻ പറ്റും, അങ്ങനെ കുറേ അടിപൊളി മോഡ്സുകൾ അതിനകത്തുണ്ട്. ഇനി Mi 11T Pro ആണെങ്കിൽ എല്ലാം അത്യാവശ്യം കൊള്ളാം. നമ്മുടെ ഡിസ്പ്ലേ അടിപൊളിയാണ്. കാരണം അത് നമുക്ക് 1 ബില്യൺ കളർ റിപ്രഷനുള്ള ഡിസ്പ്ലേ ആണ്, ഡോൾബി വിഷനൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ് വരിക. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് കോണിങ്ങുള്ള 7 പ്രൊട്ടക്ഷനൊക്കെയാണ് വരിക അതിന് വരിക. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് ചാർജിങ്, നല്ല സ്പീഡ് ചാർജിങ്, 120 വാട്ടും 5000 mAh ബാറ്ററി. സോ ആ ഒരു കോൺസെൻട്രേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ചാർജിങ്ങും ബാറ്ററി ആ രീതിയിലുള്ളവർ Mi 11T. പിന്നെ ഇത് പോകേണ്ടവർ ഡിസൈൻ, മെയിൻ കാര്യം ഇതിൻ്റെ ഡിസൈൻ, ഇൻ ഹാൻഡ് ഫീൽ ആൻഡ് ഡിസൈൻ സൂപ്പർബാണ്. ഇതിൻ്റെ അടുത്ത് പോലും എത്തില്ല OnePlus 9RT. ബിക്കോസ് അത്രയ്ക്ക് മെയിൻ കാര്യം ഇതിൻ്റെ സ്ലിം ആയിട്ട് ഉദ്ദേശിച്ചത്. OnePlus 9RT ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് 171 ആണ്, മറ്റേത് ക്ലോസ് ടു 200, 198.5 ഉണ്ട് 9RT. ഇത് ജസ്റ്റ് 171ഉം 7.4. ഇത് 7.4 ആണെങ്കിൽ 9RT 8.3യും Mi 11T Pro 8.8 ആണ്. സോ എത്രത്തോളം സ്ലിം എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ അതിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് 9RTനേക്കാളും കുറച്ചും കൂടെ ഈ ഒരു ബാക്കിലത്തെ ഈ ഫിനിഷൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ Vivo V23 Pro. പിന്നെ നമ്മൾ നോക്കിയറിയാം നമുക്ക് മറ്റേ ബജാജ് ഫിനാൻസ്, അങ്ങനത്തെ ഫിനാൻസസ് കുറച്ചും കൂടി ഈസിലി അവൈലബിൾ നമ്മുടെ V23 Pro ആയിരിക്കും. ഓക്കെ, സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.